ഫെയ്ത്ത് പാർട്ട് 5. വിശ്വാസത്തെക്കുറിച്ചാണ് 4 സെഷൻസ് എടുത്തത്. അത് ലാസ്റ്റ് സെഷനാണിത്. ഹാവ് യു ഗോട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്? ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ്. ഇത് പരമപ്രധാനമാണ്. അതായത് ഒന്ന് സേവിങ് ഫെയ്ത്ത്, രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഫെയ്ത്ത്. രണ്ടാമത്തേത് ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഇനി മൂന്നാമത്തിലുള്ളത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഗിഫ്റ്റ് ഓഫ് എല്ലാം ഗിഫ്റ്റ് തന്നെയാണ് ഒരു കണക്കിന് നോക്കിയാൽ. പക്ഷേ ഇത് വചനത്തിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ്. ഇത് ദൈവം ഇങ്ങനെ ദാനമായിട്ട് ചിലർക്കങ്ങ് ഇട്ടുകൊടുക്കും. അങ്ങനെയുള്ളവരിൽ വ്യത്യാസം വലിയ, അവരെവിടെയെങ്കിലും ചെന്നാൽ അവിടെ വലിയ മിറക്കിൾസ് നടക്കും. കാരണം ആ ഫെയ്ത്ത് ദൈവമായിട്ട് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഉറവ ക്രിസ്തുവാണ്. വി നീഡ് ടു മേക്ക് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഗോഡ്. ഇഫ് യു ലുക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് റിയാലിറ്റീസ് ആർ ഗ്രേറ്റർ. ടു മീ ടുഡേ ഈസ് ഗ്രേറ്റർ ദാൻ യെസ്റ്റർഡേ. അതായത് ഞാൻ ഫെയ്ത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നലത്തേതിലും ഇന്നത്തേതിലേക്ക് ഞാൻ കൂടുതൽ കയറിക്കഴിഞ്ഞു. നമ്മൾ പടി കയറുകയാണ്. അതായത് യാക്കോബിൻ്റെ ഗോവേണി കയറുന്നത് പോലെ ഫെയ്ത്ത് ഒരിക്കലും സ്റ്റാഗ്നൻ്റ് അല്ല. ദൈവം ഒരിക്കലും ഒരു ഡെഡ് ഇവൻ്റ് അല്ല, ഒരു ജീവനില്ലാത്ത കാര്യമല്ല, ജീവനാണിത്. അതുകൊണ്ട് നമ്മൾ ജീവനുള്ളവർ അനങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, ജീവൻ മുൻപോട്ട് കയറുകയാണ്. ഞാൻ ഇന്നലത്തേൽ ഇന്ന് കയറിക്കഴിഞ്ഞെന്നേ, ഞാൻ മുൻപോട്ട് കയറിക്കഴിഞ്ഞു. ഗോഡ് ബ്രിങ്സ് ആൻ എൻലാർജ്മെൻറ്റ്. ദർ ഇസ് നത്തിങ് ഡെഡ്, ഡ്രൈ ഓർ ബാരൻ ഇൻ ദ ലൈഫ്, ഇൻ ദിസ് ലൈഫ്, ഇഫ് യു ആർ ഇൻ ദ സ്പിരിറ്റ്. ആത്മീയ ഗോളത്തിൽ മരണമില്ല, ആത്മീയ ഗോളത്തിൽ ബാരൻനെസ് ഇല്ല. അതായത് ആത്മീയ ഗോളത്തിൽ ഒന്നുമില്ലായ്മയില്ല. ആത്മീയ ഗോളത്തിൽ എന്നും ജീവനാണ്. അതുകൊണ്ടാണ് ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഇപ്പോൾ ഈ ചലനമുണ്ടാകുന്നു, ജീവൻ വരുന്നു, ചലിക്കുന്നതെല്ലാം ആത്മാവിൻ്റെ ശക്തിയിലാണ്. അത് ഫെയ്ത്തിൻ്റെ ഒരു മാക്സിമം ഇഫക്റ്റാണ്. നമ്മൾ ചെല്ലുന്നിടത്ത് ചുറ്റുപാടുമുള്ള വായുവിന് തരംഗങ്ങളിൽ പോലും വ്യത്യാസം വരും. നമ്മൾ വെള്ളത്തിൽ തൊട്ട് അവിടെ വിശുദ്ധി കടന്നു വരും. നമ്മുടെ കൈയെടുത്ത് വിടുമ്പം അവിടെ പ്രവർത്തനം നടന്നേ പറ്റൂ. വചനം അബ്സല്യൂട്ട് ട്രൂത്താണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. എത്ര പേർ എക്സസൈസ് ചെയ്യുന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. അപ്പം ദർ ഇസ് നത്തിങ് ഡെഡ്, ഡ്രൈ ഓർ ബാരൻ ഇൻ ദിസ് ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്. ഗോഡ് ഈസ് ഓൾവേസ് മൂവിങ് അസ് ഓൺ ടു സംതിങ് ഹയർ. As we move in the spirit, our faith will rise to the occasion. അതായത് നമ്മൾ ഈ ആത്മാവിൽ ഇങ്ങനെ അങ്ങോട്ട് സഞ്ചരിച്ച് കഴിയുമ്പം നമ്മളൊരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ വന്ന് പതറത്തില്ല. അതാണ് മനസ്സിലായത്. ഒരു പ്രശ്നം എല്ലാവർക്കും വരും, പക്ഷെ പ്രശ്നത്തിന് മുമ്പിൽ പതറാതെ നിൽക്കുന്നത് സ്പിരിറ്റിലാണ്. അവിടെ ഫെയ്ത്ത് ഇട്ട് തരികയാണ് ദൈവം. അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിവോഴ്സാണ്. ഇപ്പോഴത്തെ ഡിവോഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവും സ്ത്രീകൾക്കാണ് അനുകൂലം. പുരുഷന്മാർക്ക് ഒരു അവകാശമില്ല. പുരുഷന്മാർ ഈ അമേരിക്കയിലൊക്കെ ഉള്ളവർ ഒരു ജോലി ചെയ്യുന്ന മുഴുവൻ പിള്ളേർക്കൊന്നും ഭാര്യയ്ക്കും കൊടുക്കുക. അവിടെ അവൾക്ക് അവളുടെ തോന്നിയാസം അവൾ ജീവിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ കാലം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ വരുന്നു. അപ്പോൾ ഈ റൈറ്റ് മുഴുവനും പുരുഷന്മാർക്ക് ഡിനൈ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സ്ത്രീകളോടൊക്കെ എന്ത് മക്കളെ കാണണമെന്ന് പറയാനൊന്നും അവകാശമില്ല. അവിടെ പിന്നെ വർക്ക് ചെയ്യുന്നത് ഈ വക്കീലന്മാർ കൊടുക്കുന്ന കേസൊന്നും അല്ല. പിന്നെ വർക്ക് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തി മാത്രമാണ്. ഒരു സ്ത്രീ പറയുകയാണ് ഞാൻ എൻ്റെ മക്കളെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അടഞ്ഞ വാതിൽ തുറപ്പിക്കുന്ന ആരാ? ക്രിസ്തുവല്ലേ? അപ്പോൾ ഇരുമ്പോടാമകളെ ഖണ്ഡിച്ച് താമ്രവാതിൽ ഉടച്ചു മാറ്റി വഴി തുറന്ന ദൈവത്തിൻ്റെ ആത്മാവിലാണ് നീ പോകുന്നെങ്കിൽ വാതിൽ തുറക്കും. ഇതുവരെ വിളിക്കാത്ത ചില പിള്ളേർ പെട്ടെന്ന് വിളിക്കും ഫോണുകൾ. എന്താ കാര്യം? കർത്താവ് അവിടെ ചെന്ന് പ്രവർത്തിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ദ ഫെയ്ത്ത് ദാറ്റ് മൂവ്സ് ദ മൗണ്ടൻസ്. മലകളെ മാറ്റുന്ന വിശ്വാസം. അത് കർത്താവ് പറയുന്നില്ലേ, കടുകുമണിയോളം വിശ്വാസം. ഇതൊക്കെ പറയുന്നതല്ല ആരിലാണ് ഉള്ളത്? ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു ഫെയ്ത്ത് ഉള്ളപ്പോഴേ ഒരാൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളോട് ദൈവാത്മാവ് ചെന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പറയും. അവിടെ ഹീലിംഗ് സംഭവിച്ചു. ചില കാര്യങ്ങൾ ദൈവം പറയും തൊടണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ടെന്ന് പറയും. അത് എക്സാമ്പിൾ ബെഥസ്ദാ കുളത്തിൻ്റെ അടുക്ക് 38 വർഷം തളർവാദിയായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. പിതാവ് പുത്രനോട് പറഞ്ഞു പോയി അവനെ സൗഖ്യമാക്കാൻ പറഞ്ഞു. 1000, 10, 500, 700 പേരെങ്കിലും അവിടെ വേറെ സൗഖ്യമില്ലാത്തൊരു കിടപ്പുണ്ട്. അവരെ ആരെയും യേശു തൊട്ടില്ല. അതാണ് ഫെയ്ത്ത്. ദൈവം പറയുന്നത് മാത്രം ചെയ്താൽ മതിയെന്ന്. ഓവർഡു ഒന്നും ചെയ്യരുത്. ദൈവം എന്തു പറഞ്ഞോ അത് മാത്രം ചെയ്യാം. അപ്പം ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓൾവേസ് നോസ് ദ റിസൾട്ട്. അന്ത്യം എന്താണെന്ന് ഉറപ്പുണ്ട്. ലാസറസിനെ ഞാൻ ചെന്ന് വിളിച്ചാൽ എഴുന്നേക്കുമെന്ന് യേശുവിന് ഉറപ്പുണ്ട്. ബാലെ തബീത്തെ എഴുന്നേക്കാൻ പറഞ്ഞ് എഴുക്കുമെന്ന് ഉറപ്പുണ്ട്.
ന്യായയിൽ കൊണ്ടുപോകുന്ന അടക്കാൻ കൊണ്ടുപോകുന്ന മകനെ ചെന്ന് ഞാൻ തൊട്ടാലും എഴുന്നേക്കുമെന്ന് യേശുവിന് ഉറപ്പുണ്ട്. ഇതൊന്നും വർത്തമാനമല്ലെന്ന്, ഇത് പ്രവർത്തനമാണ് കാണുന്നത്. എത്ര പേരിലുണ്ടിത്? നമുക്ക് പള്ളിയിൽ ഒരു ആലയത്തിൽ ചെന്നിട്ട് യേശു പറഞ്ഞ് കൈ വരണ്ടതിനോട് കൈ നൂർക്കാൻ പറഞ്ഞു. നൂർത്ത് കണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞത്. യേശുവ പറഞ്ഞെങ്കിൽ നടക്കും. അതായത് ഹിസ് വേർഡ് ഹസ് ഗോട്ട് ക്രിയേറ്റീവ് പവർ ഇൻ ഇറ്റ്. ഈ വചനം ഒത്തിരി വർത്താനം പറയുന്നുണ്ട്. നിർത്താമോ? നിർത്തിവെച്ച് വചനം ദൈവം പറയുമ്പോൾ മാത്രം പറയാനൊന്ന് പഠിക്കാമോ? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ മിണ്ടായിരുന്നു, ഞാൻ ദൈവം എന്ന് പറഞ്ഞിട്ട് നീ മിണ്ടാതിരിക്കുക, സിപ്പിട് എന്നിട്ട് പറയേണ്ടിപ്പം വചനം മാത്രം പറയാൻ പഠിക്കുക. തിങ്സ് വിൽ ചേഞ്ച്, തിങ്സ് വിൽ ചേഞ്ച്, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. അല്ലെങ്കിൽ നമുക്ക് ഈ വേദപുസ്തകം മുഴുവൻ മാറ്റി വെക്കണമല്ലോ. ഹി സ്പീക്സ് ടുഡേ ആൻഡ് ദീസ് തിങ്സ് വിൽ ഹാപ്പൻ. നമ്മൾ ആത്മാവിൽ പലപ്പോഴും എന്നോട് ദൈവം എന്നോട് ചിലപ്പം പറയാറുള്ള ഒരു പോയിന്റ്, എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് നേരത്തെ പറയാം. നീ ഇതിനെക്കുറിച്ച് എന്താ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് എന്നോട് ചോദിക്കും. നമ്മൾ കോടതി കേസ് ആർഗ്യ ചെയ്ത് കഴിയുമ്പം ജഡ്ജി ചോദിക്കും വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നീ എന്താണ് ഇത്രയെല്ലാം ആർഗ്യ ചെയ്തല്ലോ, എന്താണ് ഇതിൻ്റെ ഒപ്പീനിയൻ? അപ്പം നമ്മൾ പറയും ഇതാണ് എൻ്റെ സ്ഥിതി, അതൊരു നക്ഷലായിട്ട് പറയും. അതുപോലെ ദൈവം ചോദിക്കും നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള വിശ്വാസം നിനക്കുണ്ട്. ആ ബന്ധമുണ്ടോ ദൈവമായിട്ട്? ആ ഒറ്റ ബന്ധം ദൈവത്തിന് അത് തന്നിരിക്കുകയാണ് ദൈവം. ആഗ്രഹിക്കുക എന്ന് തന്നെയാൽ അത് വാങ്ങിച്ചെടുത്തിട്ടേ പോകത്തുള്ളെന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടാകണം. എന്ത് കഷ്ടം വന്നാലും ഇത് വാങ്ങിക്കും. ദിസ് ഗിഫ്റ്റ് ഈസ് ഗിവൺ ടു അസ്. ഗോഡ് ഡിസ്ട്രിബ്യൂട്ട്സ് അറ്റ് ഹിസ് വിൽ. അവൻ്റെ ഇഷ്ടപ്രകാരം തരുന്നത്. യു cannot have the gift by mere human desire. The Spirit of God distributes this severally as he wills. അവന് ഇഷ്ടമുള്ളവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം ഈ കൺവെൻഷനൊക്കെ പോകുമ്പോഴേ, ഈ കൺവെൻഷനൊക്കെ പണ്ട് കുറിച്ചിയിൽ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകും. അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ തീരെ പാവങ്ങളുടെ അടുക്കലാണ് പറയുന്നത്. അവിടെ അതിശയം നടക്കും ഓട്ടോമാറ്റിക്കായിട്ട്, ആരും പറയണ്ട. എത്രയോ വർഷം അനങ്ങാതിരുന്ന ഒരു മനുഷ്യൻ, കാരണം അയാൾ തെങ്ങേന്ന് വീണതാണ്. തെങ്ങേന്ന് വീണ് ഇത് നട്ടൽ കാലിന് അനക്കമില്ല. നമ്മൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും കരുതാ അവിടെ വലിയ മാനിഫെസ്റ്റേഷൻ, പുറമേ ഒന്നും ബഹളമൊന്നും കാണിക്കണ്ട, പക്ഷെ നടക്കണം കാര്യം. അടുത്ത പ്രാവശ്യം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു അന്ന് തൊട്ട് അയാൾ കാലിന് ജീവൻ വെക്കാൻ തുടങ്ങി. ക്രമേണ അയാൾ നടക്കുന്നു. കാരണം വചനമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് പറയുകയാണ്. അതിന് ക്രിയേറ്റീവ് പവറുണ്ട്. ചിലർ പറയും ഇപ്പം നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമെന്നേ. അത്രയും ശക്തിയുണ്ടോ പറയാൻ? വേദപുസ്തകത്തിലെ സത്യങ്ങളെ ഞാൻ വിളിച്ചെന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിവോ പഠിത്തമോ ജ്ഞാനമോ അല്ലെങ്കിൽ പണമോ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ആർ യു അവൈലബിൾ ടു ഗോഡ്? നിനക്ക് ആ ഡിസയർ ദൈവം തരും. ലോർഡ് ജീസസ് നെവർ സെഡ് ഹി കുഡ് ഡു തിങ്സ് ബട്ട് ഹി ഡിഡ് ദം. എനിക്ക് ചെയ്യാമെന്ന് വിളിച്ചു പറയല്ല, പക്ഷെ അത് ചെയ്യുക ചെയ്തത്. അത് നമുക്കറിയണം. എറൈസ്, നമ്മളെ പൊസിഷൻ എറൈസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്ക്. നമ്മളോട് എറൈസ്, അതായത് എഴുന്നേറ്റ് പ്രകാശിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നീ പോയി ശീലോകം കുളത്തിൽ പോയി നിൻ്റെ കണ്ണ് കഴുക എന്ന് പറയുമ്പോൾ അതനുസരിച്ചാൽ മാത്രം മതി. അത് ആ ഫെയ്ത്ത് ഇട്ട് തരുന്നത് ദൈവമാണ്. ആ ഫെയ്ത്ത് ദൈവമായി ഇട്ട് തരുന്നത്. മുടന്തനായവൻ സുന്ദരം ആലയത്തിന് മുമ്പിൽ നിന്നപ്പോൾ പത്രോസ് യോഹന്നാൻ വിളിച്ചു പറയുന്നു, എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, യേശുവിൻ്റെ നാമത്തിൽ, നസ്രായനായ യേശു നാമത്തിൽ എഴുന്നേക്ക്. ഉടനെ ഫെയ്ത്ത് അവൻ്റെ മേൽ വീഴുക ചെയ്തത്. പറയാതെ എങ്ങനെ വീഴും? നമുക്ക് പേടിയല്ലേ? നമുക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ മറ്റുള്ളവർ അവർ ദൈവമാണെന്ന് പറയാം. അല്ലെന്ന്, ഇതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളാണ്. ജീസസ് ഹാഡ് കമ്പാഷൻ ഫോർ ഹിസ് വർക്ക്. നമ്മളെ വലിയ ആളെന്ന് കാണിക്കാനല്ല, ഒരു ദൈവീയമായൊരു സ്നേഹം വരുമ്പോഴേ ഇത് ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കാണിക്കാനല്ലിത്. യെസ്, കമ്പാഷൻ. വി ഓൺലി മൂവ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദെൻ ദ ഗിഫ്റ്റ് ക്യാൻ ബി മെയ്ഡ് മാനിഫെസ്റ്റ്. ഗോഡ് വാണ്ട്സ് us to be manifested and to manifest his glory to the humble spirit. വിനയമുള്ളവരുടെ ഹൃദയത്തിൽ ഈ സ്പിരിറ്റ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിലുള്ള ഞാനെന്ന ഭാവമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ വയ്യാത്തത്. 2 things needed. 2 കാര്യങ്ങൾ ഈ ഗിഫ്റ്റിന് ആവശ്യമുണ്ട്. 1 സ്നേഹം, 2 ധൈര്യം, ബോൾഡ്നെസ്. 1 സ്നേഹം വേണം, 2 ഒരു ഡിറ്റർമിനേഷൻ. ഞാൻ പോയാൽ അത് കാര്യം നേടും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം, അമേരിക്കയ്ക്ക് പോയപ്പം, എല്ലാ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞങ്ങൾ ജൂലൈ ഓഗസ്റ്റ് നമ്മൾ അമേരിക്കയിൽ പോകും. ഇപ്രാവശ്യം പോയി. പക്ഷേ ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ ഹസ്ബൻഡ് വിട്ടു, മോശ ഏലിയാവുമായിട്ടാണ് നിങ്ങളെ വിടുന്നതെന്ന് പറഞ്ഞു.
നമ്മൾ പലയിടത്ത് പോകുമ്പോഴും ആദ്യത്തെ പ്ലെയിൻ കാണത്തില്ല, പിന്നെ വെതർ ക്ലൈമറ്റ് മോശമാണ്, പിന്നെ കാറ്റടിക്കുന്നതിന് പ്ലെയിൻ പൊങ്ങത്തില്ല. നമ്മൾ പ്ലെയിനെ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇറങ്ങി തിരിച്ചു എങ്കിൽ പോകുമെന്ന് തീരുമാനമെടുക്കും, പോവുക തന്നെ ചെയ്യും. അടുത്ത പ്ലെയിൻ വരുമ്പോൾ അവർ പറയും ഒരു സീറ്റില്ല, അന്ന് ഓൾറെഡി ബുക്ക് ചെയ്ത പ്ലെയിനുകളാണ് വരുന്നത്. പ്ലെയിൻ ഈസ് ഫുൾ, ഒരു സീറ്റും ഇല്ല, 2 സീറ്റ് വേണം നമുക്ക്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ 2 പേരെ ദൈവം മാറ്റിച്ച് നമ്മുടെ കയറ്റിയിരുത്തി വിടും. അതാണ് മോശ ഏലിയാവും പോകുമ്പോൾ ലവ് ആൻഡ് ഡിറ്റർമിനേഷൻ. നമുക്ക് സ്നേഹം വേണം, പിന്നെ ഒരു തീരുമാനം. ലെറ്റ് us pray, Lord make me holy, sanctify me. Let us move into the realm of faith and live in the realm of faith. Let God have the way. വഴി ദൈവം ഒരുക്കട്ടെന്നേ. ഇതൊക്കെ ഞാൻ ഈ വചനം എല്ലാം ഡീപ്പായിട്ടുള്ള സത്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മാവ് എന്ന് പ്രവർത്തിക്കുമ്പം, അറിയാൻ വയ്യാത്തത് കൊണ്ട് ആത്മാവ് പ്രവർത്തിച്ചില്ല എന്ന് ഇനി പറയാനൊക്കത്തില്ല. ഈ 5 സെഷനും വളരെ വാല്യുബിളായിട്ടുള്ള സെഷനാണ്. ചിലരൊക്കെ 1-ാം തട്ടിലായിരിക്കും, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ആഗ്രഹിക്കുക, ഇതിനുപരി വേറെ ഉണ്ടെന്ന്. ദൈവത്തിൻ്റെ ചിന്ത നമുക്കിട്ട് തന്നുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ കാണിക്കണമെങ്കിൽ ദൈവത്തെ പോലെ ചിന്തിക്കാൻ പഠിക്കണ്ടേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പാഷൻ, ഒരു കരുണയുള്ള ഒരു ഹൃദയം വേണം. 2 സ്നേഹം, 3 ഡിറ്റർമിനേഷൻ. ഞാൻ ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ക്ഷീണം വരുമ്പോഴും ഓരോ കാര്യത്തിന് മുമ്പ് എനിക്ക് ക്ഷീണം, എനിക്കിനി വയ്യാന്ന് ഞാൻ ഇട്ടിച്ച് പോകാറുണ്ട് പണ്ടൊക്കെ. ഇപ്പം ഞാൻ പോകില്ല. ക്ഷീണമാണെങ്കിലും അവിടെ ഇരിക്കും. ഞാൻ ക്ഷീണമാണെങ്കിലും ഇരിക്കും. കർത്താവ് ഇത് ചെയ്ത് തന്നേക്കും. ഞാൻ കിടക്കുകയാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. മോശ കമ്പന്ന് കിടന്ന് പ്രാർത്ഥിച്ചല്ലോ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറയും. നടക്കുമെന്ന് ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം. ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. കാണാത്തതിന് അബ്രഹാം വാങ്ങിച്ചെടുത്തതുപോലെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതിനുമായ യേശുവിൻ്റെ അടുക്ക, അവിടുത്തെ അടുക്ക വന്നിരുന്ന് 5 സെഷൻസ് കർത്താവിനെക്കുറിച്ച്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ അനുവദിച്ച സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ഉന്നതനായ ദൈവം ഇറങ്ങി വരുമ്പോൾ നിൻ്റെ വചനം നീ തന്നെയാണെന്ന് പറയുന്നു. വേർഡ് ഓഫ് ഗോഡ് ഈസ് ഗോഡ്, ഗോഡ് ഈസ് വേർഡ് ഹിംസെൽഫ്. അങ്ങനെയാണെങ്കിൽ ഈ വചനമാണെന്ന് പറയുന്നതെങ്കിൽ ഈ വചനം ചെന്ന് കോൺക്രീറ്റായിട്ട് പ്രവർത്തിക്കും. തളർന്നിരിക്കുന്നവരെ ഇത് ബലപ്പെടുത്തും. അന്ധനായവന് കണ്ണ് കാണിച്ചു, കുരുടനായവൻ അവൻ കാണാൻ തുടങ്ങും, ബധിരനായവൻ ചെവി കേൾക്കും, സംസാരിക്കാതിരുന്നവൻ സംസാരിക്കാൻ തുടങ്ങും. വചനം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഒരിക്കലും ഒക്കാത്തവർക്ക് വിശ്വാസം ഇട്ടുകൊടുക്കും. ഞാനും എൻ്റെ തലമുറയും ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എഴുതുമെന്ന് ഉറപ്പുണ്ട്. അത് അപ്പച്ചൻ്റെ ജോലിയാണ്. ആ വിശ്വാസം ഇട്ട് തന്നെങ്കിൽ അത് പ്രവർത്തിക്കാതിരിക്കത്തില്ലല്ലോ. ഹീ ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ അസ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു കംപ്ലീറ്റ്. തുടങ്ങിയവൻ പൂർത്തീകരിക്കാൻ വിശ്വസ്തൻ. വിശ്വാസത്തെക്കുറിച്ച് തുടങ്ങിയ അപ്പച്ച സ്വർഗമണ്ഡലത്തിൽ ഇതിന് ഒത്തിരി ഇനിയും യാത്ര കാണും. പക്ഷെ കുറച്ചൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതിന് സ്തോത്രം. സത്യമായിട്ട് വചനാടിസ്ഥാനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുമ്പം അതിനെതിരായിട്ട് ഒരു ശക്തിക്ക് നിൽക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ കമ്പാഷനേറ്റ് ലവ്, അതൊരു ആർദ്രതയുള്ള സ്നേഹമുള്ള വികടബുദ്ധിയല്ലാത്ത ദൃഢതയുള്ള വിശ്വാസം ഇട്ട് തന്നാട്ട്. നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉപരിയായിട്ട് ഞങ്ങൾക്ക് ദാനമായിട്ട് നിൻ്റെ വിശ്വാസത്തെ, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ ദാനമായിട്ട് ഞങ്ങളിൽ ഇട്ട് തരണം. 3 തരത്തിലുള്ള വിശ്വാസം. ഫെയ്ത്ത് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ വിശ്വാസം തന്നു. ഫെയ്ത്ത് ദാറ്റ് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള വിശ്വാസം, അവിടെ നിൽക്കണം. 3ാമതുണ്ട്, ഇതിങ്ങോട്ട് ഇട്ടിങ്ങ് തരണം. ഫെയ്ത്ത് എസ് എ ഗിഫ്റ്റ്. അത് തന്നേ പറ്റൂ. അത് തന്ന് ഞങ്ങളെ നടത്തിക്കാട്ടെ. ഞങ്ങളുടെ തലമുറകൾക്ക് ഇത് ഐശ്വര്യമായി മാറട്ടെ. ഈ നദി ഒഴുകുന്നത് ഒരിക്കലും നിന്നു പോകരുത് നാഥ. എല്ലാ ഭവനങ്ങളിലും ഇത് കയറി ഇറങ്ങട്ടെ, അത് പ്രവർത്തിക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.